എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആകെ വിഷമിച്ചിരിക്കുന്ന ജലജയുടെ അടുത്തോട്ട് ചെല്ലുവാണ് അനി. എന്നിട്ട് ചോദിക്കും, എന്താ അപ്പച്ചി, എന്താ ഒരു വിഷമം പോലെ എന്ന് ചോദിക്കുമ്പം എനിക്കൊരു വിഷമവും ഇല്ല എന്ന് പറയും. എന്നാൽ അല്ല, മുഖം കണ്ടിട്ട് ആകെ വെളുത്തിരിക്കുന്ന പോലെ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുമ്പം, എന്തിനാടാ ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കുന്നേ? ആദർശ് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞെന്നോർത്ത് എന്തായിരുന്നു കുഴപ്പം എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പച്ചിയുടെ ഇതുപോലുള്ള മുഖം കാണാൻ പറ്റിയല്ലോ, അതുകൊണ്ടാണ് പറയാതിരുന്നത്. പിന്നെ അപ്പച്ചി എന്താ പറഞ്ഞത്? അപ്പച്ചിയുടെ മോനോട് ചെയ്ത ദ്രോഹത്തിൻ്റെ ഫലമായിട്ടാണ് ആദർശേട്ടൻ ജയിലിൽ കിടക്കുന്നത് എന്ന്. അപ്പോൾ പിന്നെ അത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം ജലജ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അന്നേരം അനു പറയുന്നുണ്ട്, അപ്പച്ചി പറഞ്ഞു, അത് ഞാൻ കേട്ടു, അത് മാത്രമല്ല ഇപ്പോഴും അപ്പച്ചിയുടെ മരുമകൾ അത് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, അവൾ അങ്ങനെയൊക്കെ പറയുന്നതിന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. അന്നേരം അനു പറയും, അതേ പറയത്തൊന്നുമില്ല, ചില സത്യങ്ങൾ ഞങ്ങളങ്ങ് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പച്ചിയുടെ മരുമകൾ ആ രീതിയിൽ സംസാരിക്കുകയില്ല, അത് ഞങ്ങളെക്കൊണ്ട് ചെയ്യിക്കരുത് എന്നും പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുവാണ്, അപ്പച്ചിയുടെ മകനെ ഈ നാട്ടിൽ നിന്നേ ഒന്ന് നാട് കടത്താൻ പറ്റുമോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട് രക്ഷപ്പെട്ടേനെ. അവൻ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്ത് കളഞ്ഞ് ഈ വീട്ടിൽ ശുദ്ധികലശം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ പകുതി പ്രശ്നങ്ങൾ തീരുമെന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അതിന് കാരണമുണ്ട്, അങ്ങ് ദുബായിൽ ആദർശേട്ടൻ ജയിലിൽ പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാകാൻ കാരണം അതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിൽ അഭി കൂടി ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പം, എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പോൾ അവൻ്റെ തലയെ കൊണ്ടിടുവാണോ? ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവനാണോ അതൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പം, അവൻ തന്നെയാണോ എന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. കാരണം മൂർത്തി ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ജ്വല്ലറിയാണ് AN ജ്വല്ലറി. ആ ജ്വല്ലറിയുടെ ആടിലാണ് ഇവിടുന്ന് ഏട്ടത്തി അഭിനയിക്കാൻ പോയത്. ഏട്ടത്തിയെ അതിലേക്ക് പറഞ്ഞു വിട്ടതും ഇതെല്ലാം ചെയ്യിച്ചതും അവൻ തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നിട്ട് മാറി നിന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഇതെല്ലാം ഏട്ടത്തിയുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് എന്ന്. പക്ഷേ ഇതിൻ്റെ പിറകിൽ അവൻ്റെ ബുദ്ധിയാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഏതായാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ. മുത്തശ്ശൻ അവനെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്ത് കളയുന്നത് വരെ മാത്രമേ ഇത് കാണുള്ളൂ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനി അങ്ങോട്ട് പോകുന്നത്. അത് കേൾക്കുമ്പോൾ ആകെ ദേഷ്യം വരുന്നുണ്ട് ജലജയ്ക്ക്. പക്ഷെ പ്രതികരിക്കാൻ മേലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നെ കാണിക്കുന്നത് വേണുവിനെയും അനാമികയും ഒക്കെയാണ്. അവരുണ്ടല്ലോ, ഒരു 2 ആഴ്ച മുമ്പ് അവരെ കാണിച്ചപ്പോൾ ഏത് കോസ്റ്റ്യൂമാണോ ആ സെയിം കോസ്റ്റ്യൂം തന്നെ ഇപ്പോഴും അവർ മാറിയിട്ടില്ല. ഏതായാലും അവർ 3 പേരോട് സംസാരിക്കുവാണ്. ആദർശിൻ്റെ വിവരങ്ങളൊന്നും അറിയുന്നില്ലല്ലോ, അഭിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. ഇനിയിപ്പോൾ ആദർശം അവിടെ നിന്ന് അങ്ങനെ പോന്ന് കാണുമോ, രക്ഷപ്പെട്ട് കാണുമോ എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പരസ്പരം സംസാരിക്കുക. അന്നേരം വേണു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പുറത്തിറങ്ങിയല്ല, അവൻ അവിടെ ദുബായിലെ ജയിലാണ്, ഇവിടുത്തെ നിയമമൊന്നും അല്ല, അത്ര പെട്ടെന്നൊന്നും അവൻ പുറലോകം കാണില്ല എന്ന് പറയുമ്പം അനാമികയുടെ അമ്മ പറയുന്നുണ്ട്, അതല്ല, ആ മൂർത്തിയുടെ കഴിവ് വെച്ച് അവനെ പുറത്തിറക്കി കാണുമോ എന്ന സംശയം എന്ന് പറയുമ്പോൾ, മൂർത്തിയുടെ കഴിവൊക്കെ ഇവിടെ നാട്ടിൽ, അവിടെ അതൊന്നും നടക്കില്ല എന്ന് വേണു പറയുന്നുണ്ട്. എന്നിട്ട് വേണു ഒന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ അനാമിക പറയും, ഞാനും കൂടെ വരുന്നുണ്ട് എന്ന്. അന്നേരം നീ എങ്ങോട്ടാ എന്ന് ചോദിക്കുമ്പോൾ, ഇതിൻ്റെ അകത്തിരുന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടുവാണ്, അച്ഛൻ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് ഞാനും വരാമെന്ന് പറഞ്ഞ് 2 പേരൂടെ പുറത്തേക്ക് പോരുന്നുണ്ട്. ഈ സമയം നയനയും ആദർശും പുറത്തു പോയതായിരുന്നു. അപ്പം മുല്ലപ്പൂക്കട കണ്ടപ്പോൾ ആദർശ് അവിടെ വണ്ടി നിർത്തിയിട്ട് നയനോട് മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് പോരെ തലേ കുത്താൻ എന്ന് പറഞ്ഞ് നയനെ പറഞ്ഞു വിടും. നയന അവിടെ പോയി ആ ചേച്ചിയോട് മുല്ലപ്പൂ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിലൂടെ നമ്മുടെ വേണു അനാമികയും പാസ് ചെയ്തു പോകുന്നത്. അപ്പം നയന ഇങ്ങനെ മുല്ലപ്പൂക്കടയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന കാണുന്നതിക്ക് അവരോട് വണ്ടി നിർത്തും. എന്നിട്ട് വേണു പറയുന്നുണ്ട്, അവളുടെ ഭർത്താവല്ലേ ജയിലിൽ കിടക്കുന്നത്, എന്നിട്ടാണോ അവൾ മുല്ലപ്പൂ മേടിക്കാൻ നിൽക്കുന്നത്, ഒന്ന് ചോദിക്കണമല്ലോ എന്ന് പറഞ്ഞ് 2 പേരോട് ഇറങ്ങി വരിക. എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട് വേണു വന്നിട്ട്, എടി നിൻ്റെ ഭർത്താവ് അങ്ങ് ദുബായിൽ ജയിലിൽ കിടക്കുമല്ലേ, എന്നിട്ടാണോ നീ മുല്ലപ്പൂ മേടിച്ച് തലേ ചൂടി ആഘോഷിക്കാൻ പോകുന്നത്, നീ കൊള്ളാലോടി എന്ന് വേണു പറയുമ്പം നയന പറയുന്നുണ്ട്, അതെ ഞാൻ മുല്ലപ്പൂ ചൂടി ആഘോഷിക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുവാണ്. അന്നേരം അനാമിക പറയും, ഇവളുടെ ഭർത്താവിനോട് വലിയ സ്നേഹമൊന്നും ഇല്ല അച്ഛാ, അതുകൊണ്ടാണ് ഭർത്താവിന് വിവാഹത്തിന് മുമ്പ് ഒരു ബന്ധമുണ്ടെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നും അറിഞ്ഞിട്ടും ഇവൾ അതിനെ ന്യായീകരിക്കുന്നത് എന്ന് പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, നിൻ്റെ സ്വഭാവശുദ്ധിയും അതുപോലെ നിൻ്റെ പൂർവ്വകാലമൊക്കെ ഞങ്ങൾ അന്ന് കോടതിയിൽ നവീൻ വലിച്ചു കീറിയപ്പം മനസ്സിലാക്കിയതാ, അതുകൊണ്ട് നീ കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കാൻ വരണ്ട, ശരിക്കും പറഞ്ഞാൽ നീ ഒരു മെൻ്റൽ പേഷ്യൻ്റ് അല്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേക്കും അങ്ങ് ദേഷ്യം വരുവാണ് അനാമികയ്ക്ക്. അപ്പോഴത്തേക്കും ആദർശ് കാറിൽ നിന്ന് ഇറങ്ങി വരും. ആദർശിനെ കാണുന്നേക്കും 2 പേരും ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ കണ്ണും പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ആദർശ് അടുത്ത് വന്നിട്ട്, എന്താണോ തനിക്ക് വേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം നീ ദുബായ് ജയിലിലല്ലായിരുന്നോ, അവിടുന്ന് എപ്പോഴാണ് നീ പോകുന്നത് എന്ന് പറയുമ്പം
എന്ന് ചോദിക്കുമ്പം ഞാൻ പോന്നു, എന്തേ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, അല്ല ആദർശേട്ടൻ അങ്ങ് ദുബായ് ജയിലിൽ കിടക്കുമ്പോൾ ഞാനിവിടെ മുല്ലപ്പൂ മേടിച്ച് ആഘോഷിക്കുവാണ് എന്ന് പറഞ്ഞ് അവരെന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നതാണ് എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അത് ഏത് രീതിയിൽ വേണമെങ്കിലും അവൾ ആഘോഷിച്ചോളും, അതിന് തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തന്നെയൊക്കെ ഒന്ന് കാണണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു ഞാൻ. എൻ്റെ കുടുംബത്തെ മൊത്തം കോടതിയിൽ കയറ്റിയതിന് തനിക്കൊക്കെ നല്ലത് തിരിച്ചു തരണം എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കോടതിയിൽ ഞങ്ങളെക്കാൾ ഏറെ താനും ഇവളും ഒക്കെ നാണം കെട്ടതുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത്. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ താനും ഈ നാട്ടിൽ ജീവിക്കില്ല എന്ന് പറയുവാണ്. അന്നേരം വേണു ചോദിക്കുന്നുണ്ട്, പിന്നെ താനാണോ ഞങ്ങളെ ജീവിപ്പിക്കുന്നത്? ഞങ്ങളെങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നൊക്കെ പറഞ്ഞാൽ വേണുവും ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം തന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാടോ, മര്യാദയ്ക്ക് ഇരുന്നില്ലേ തന്നെ ഇവിടെ കിട്ടി ഞാൻ തല്ലും എന്നൊക്കെ പറഞ്ഞ് കോളറിന് കയറി പിടിക്കുന്നു. അപ്പോഴത്തേക്കും അനാമികയും നയനയും കൂടി രണ്ടുപേരെ അങ്ങനെ പിടിച്ചു മാറ്റും. എന്നിട്ട് എന്ന് പറഞ്ഞാൽ അനാമിക വേണുവിൻ്റെ കയ്യെ പിടിച്ച് വലിക്കുന്നുണ്ട്. അന്നേരം ആദർശം പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഇയാളെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ തല്ലി ചതച്ച് ഞാൻ ഇവിടെ ഇടും എന്നൊക്കെ പറയുന്നതേക്കും വേണു ചോദിക്കുന്നുണ്ട്, പിന്നെ തല്ലി ചതച്ചിടുവാനായിട്ട് ഇങ്ങോട്ട് നീ വരുമ്പം എൻ്റെ കൈ എന്നാ മാങ്ങ പറിക്കാൻ പോവാണ് എന്നൊക്കെ വേണു ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക. അന്നേരം ആദർശം പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ജീവിക്കുന്നതാണ് തനിക്ക് നല്ലത്, അല്ലെങ്കിൽ തന്നെ ഈ നാട്ടിൽ നിന്ന് ഞാൻ പറപ്പിക്കുക എന്ന് പറയുമ്പം വേണു തിരിച്ചു ചോദിക്കുകയാണ്, പറപ്പിക്കാൻ നീ എന്താ ഫ്ലൈറ്റ് ആണോ എന്ന്. അന്നേരം ഇങ്ങോട്ട് വായിച്ച ആവശ്യമില്ലാത്ത വർത്താനം പറയണ്ട അവരോട് എന്ന് പറഞ്ഞിട്ട് അനാമിക വേണുവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് വണ്ടിയിൽ കയറി കഴിയുമ്പോൾ അവർക്ക് ആകെ വിഷമമാട്ടോ ആദർശ് ജയിലിൽ നിന്ന് ഇറങ്ങിയ കാര്യം ഓർത്തിട്ട്. എന്നിട്ട് വേണു പറയുന്നുണ്ട്, ചുമ്മാതല്ല അബിയെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കാത്തത്, ഇതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അനാമികയാണെങ്കിൽ ഭയങ്കര വിഷമമായി ആദർശ് പുറത്തിറങ്ങിയത്. അന്നേരം നയന ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടൻ ജയിലിലായതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവർ, ആ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നതാ എന്ന് പറയുമ്പം ഏതായാലും ഇപ്പോൾ ആ സന്തോഷം അങ്ങ് തീർന്നു കിട്ടിയില്ലേ എന്നും പറയുന്നുണ്ട്. എന്തായാലും രണ്ടുപേരുടെ വണ്ടിയിൽ കയറി വീട്ടിലോട്ട് വരുന്നു. വീട്ടിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം നയന ആദർശിനോട് പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പം അബി അയാളെ വിളിച്ച് പറയുന്നുണ്ട് എന്നാണ് ഞാൻ കരുതിയത്, അതുകൊണ്ട് ആദർശേട്ടൻ വന്ന കാര്യം അറിഞ്ഞു കാണുമെന്ന് വിചാരിച്ചു, പക്ഷെ അറിഞ്ഞിട്ടില്ല എന്നിപ്പം മനസ്സിലായി എന്നിങ്ങനെ പറയുക. ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരകത്തോട്ട് കയറാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ട് അബി വരുന്നുണ്ട്. അന്നേരം അബിയോട് ചോദിക്കുന്നുണ്ട് ആദർശ്, ഞാൻ വന്ന കാര്യം നിൻ്റെ കൂട്ടുകാരനോട് വിളിച്ച് പറഞ്ഞില്ലേ എന്ന്. അന്നേരം ഏത് കൂട്ടുകാരൻ്റെ കാര്യമായി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ആ വേണുവിനോട് നിനക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാന്ന് പറയുമ്പോൾ ഞാൻ അവരെ ഒന്നും വിളിക്കാറില്ല എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, നീ അവരെ വിളിക്കാറുണ്ടെന്നും ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അവിടെ വിളിച്ച് പറയാറുണ്ടെന്നും അവിടെ പോകാറുണ്ടെന്നും ഉള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഇനിയും ആ കാര്യത്തിൽ നോണ പറയാൻ നിൽക്കണ്ട എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, അതെ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, ചന്തുമോളുടെ എല്ലാ കാര്യങ്ങളും ഇനി നീ നോക്കണം, മോളെ സ്കൂളിൽ കൊണ്ടുവിടുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്യണമെന്ന്, എന്നിട്ട് നീ അതെന്താ ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പം അഭി പറയുന്നുണ്ട്, അതിന് ചന്തുമോൾക്ക് പോകാൻ സ്കൂൾ ബസ്സില്ലേ, ഞാൻ കൊണ്ടുവിടേണ്ട കാര്യമുണ്ടോ എന്ന്. അന്നേരം ആദർശ് പറയും, സ്കൂൾ ബസ് വരുന്നത് റോഡിലല്ലേ, നിനക്ക് ഇവിടുന്ന് റോഡ് വരെ കൊണ്ടുവിടത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ചെയ്തോളാം എന്ന് പറയുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, അത് നീ ചെയ്യണം, മോളുടെ എല്ലാ കാര്യങ്ങളും നീ നോക്കണം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കും, അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നയന നന്നായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. അന്നേരവും അബിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്, പക്ഷേ പ്രതികരിക്കാൻ മേലാത്ത അവസ്ഥയെ പോയില്ല അമ്മയെ പോലെ തന്നെ. ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അവരകത്തോട്ട് കയറി പോകുന്നത്. പിന്നെ കാണിക്കുന്നത് ജലജയും അഭിയും കൂടെ സംസാരിക്കുന്നതാണ്. ജലജ നല്ല ചീത്ത പറയുന്നുണ്ട് അഭിയനെ, നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, നിന്നെ വിശ്വസിച്ച് എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നാണം കിടുമെന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട്, ഞാൻ ആ ഗൾഫിലുള്ളവരെ വിശ്വസിച്ചല്ലേ ഇതൊക്കെ ചെയ്തത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും കരുതിയതല്ലല്ലോ എന്നൊക്കെ പറയുക. അന്നേരം ജലജ പറയുന്നുണ്ട്, എടാ ഒരു പെങ്കൊച്ച് ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്, അവളുടെ വിവാഹം നല്ല രീതിയിൽ നടത്തണമെങ്കിൽ നമ്മൾ ഇവിടെ ഇനിയും പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ ശരിയാകിയേല, ആ ദേവയാനി ഇടഞ്ഞാങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കുകയില്ല എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട്, ഏതായാലും അവൾ വരട്ടെ, അവളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം രണ്ടും കൽപ്പിച്ച് ഞാനൊരു പോക്ക് പോകും, അതാണ് എൻ്റെ ഉദ്ദേശം, കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിലെ എല്ലാ ആണുങ്ങളോട് കൂടിയിരുന്ന് ചർച്ച നടത്തുവാണ് കമ്പനിക്ക് എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന്. ദുബായിൽ ഇപ്പോൾ 2ാം സ്ഥാനമായി പോയി. എല്ലാ വർഷവും ഇയർ എത്തുമ്പോൾ 10% വളർച്ചയാണ് കമ്പനിക്ക് ഉണ്ടാകാറുള്ളത്, പക്ഷേ ഈ പ്രാവശ്യം 10% താഴ്ചയാണ് ഉണ്ടായത്.
അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നിങ്ങനെ ആദർശിനോട് ചോദിക്കുമ്പം അതെവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ആദർശ് പറയുന്നത്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ അങ്ങനെ പറയരുത്, എനിക്ക് ശേഷം ഇതെല്ലാം നോക്കി നടത്താൻ കഴിവുള്ള ഒരാളായിട്ട് ഞാൻ കണ്ടേക്കുന്നത് നിന്നെയാണ്. ഞാൻ ഇവരെ പോലും, അതായത് ജയനും അജയനും ഒന്നും അത് ഏൽപ്പിക്കാത്തത് അവർക്ക് അത്രത്തോളം പ്രാവീണ്യമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ആ സ്ഥാനത്ത് നീ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. നമ്മുടെ കമ്പനി തുടങ്ങിയതിന് ശേഷം ഇതുവരെ താഴോട്ട് പോയിട്ടില്ല, എന്നും കുറഞ്ഞ ഒരു ശതമാനമാണെങ്കിലും ഉയർച്ച ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ താഴ്ച ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിൻ്റെ മുത്തച്ഛൻ്റെ ഹൃദയം പോലും നിന്നു പോകും. അതുകൊണ്ട് നീ എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കണം. കുടുംബവും ബിസിനസ്സും തമ്മിൽ കൂട്ടി യോജിപ്പിക്കരുത്. കുടുംബത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ബിസിനസ് സ്റ്റേണായിട്ട് മുന്നോട്ട് പോകണം, സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകണം, അതിലൊരു മാറ്റം ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ കുറേ കാര്യങ്ങളൊക്കെ ഉപദേശിക്കുന്നുണ്ട് ആദർശിനെ. അതുപോലെ ജയനും അജയനും ഒക്കെ ടെൻഷനാണ്. എടാ, നിന്നിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ, നീ അവിടെ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആദർശ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്താം, ഞാൻ ശ്രമിക്കാം എന്നൊക്കെ പറയുന്നു. അന്നേരം മുത്തശ്ശനും എല്ലാവർക്കും ഇത്തിരി ടെൻഷനാട്ടോ. കാരണം ആദർശിനെ ദുബായിൽ കൊടുക്കാൻ ശ്രമിച്ചവർ തന്നെയാണ് നാട്ടിലുള്ളത്. അപ്പം ഇനി നാട്ടിലും എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നറിയത്തില്ല. നമ്മുടെ ശത്രു ശക്തരാണ്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു വേണം ഇനി മുന്നോട്ട് പോകാൻ എന്നൊക്കെ പറയുന്നു. അതുപോലെ ഇത്രയും ശക്തനായ ഒരു ശത്രു ഇവർക്ക് ഉണ്ടാകാൻ എന്താ കാരണം എന്നിവർക്ക് മനസ്സിലാകുന്നില്ല. അതാരാണെന്നും അറിയില്ല. അതുകൊണ്ട് അതൊക്കെ കണ്ടുപിടിക്കണമെന്ന് ഇവരെല്ലാവരും കൂടി തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് AN ജ്വല്ലറിയിലെ ആ ദുബായിലെ ആ മനുഷ്യനില്ലേ, അയാൾ AN ജ്വല്ലറിയായിട്ട് ബന്ധപ്പെട്ടതായല്ലോ, അയാളെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇവരുടെ എല്ലാം ശത്രു എന്ന് പറയുന്ന ആൾ വന്ന് ഇറങ്ങുന്നു. ആ കൂടെയുള്ളത് അവന്തികയാണെന്ന് തോന്നുന്നു. അവന്തിക അവിടുന്ന് കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ മൂർത്തി ജ്വല്ലറിക്കും അതുപോലെ അനന്തപുരിക്കും പാര പണിതുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അനന്തപുരിയിൽ നടക്കുന്ന A to Z കാര്യങ്ങൾ AN ജ്വല്ലറിയിലെ ആൾക്കാർ അറിയുന്നത്. ഏതായാലും അവിടെ അവർ രണ്ടുപേരും കൂടെ വന്ന് ഇറങ്ങുമ്പം എല്ലാവരും കൂടി വന്ന് അവരെ സ്വീകരിച്ച് ഹോട്ടൽ റൂമിലേക്കാണെന്ന് തോന്നുന്നു, ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.